കേരളത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ഏറ്റുമാനൂർ മഹാശിവക്ഷേത്രം. പരശുരാമൻ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നു എന്നത് മാത്രമല്ല, ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളുമെല്ലാം ഏറ്റുമാനൂർ ക്ഷേത്രത്തെ ഏറെ മഹനീയമാക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കലുമെങ്കിലും ഇവിടെ ദർശനം നടത്തിയാൽ അതിലധികമൊന്നും ഒരു മനുഷ്യായുസ്സിന് അനുഗ്രഹമായി വേണ്ട എന്നാണ് വിശ്വാസികൾ വരെ പറയുന്നത്. വിശ്വാസികളെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങൾ ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിന് 1000-ലധികം വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിലും കൃത്യമായ ചരിത്രം ലഭ്യമല്ല. ഗരൻ എന്ന അസുരനാണ് ഇവിടെ ശിവസിംഹ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഗരൻ എന്ന അസുരൻ ഒരിക്കൽ ചിദംബരത്ത് പോയി ശിവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി. വരമായി ശിവൻ ഗരന് 3 ജ്യോതിർലിംഗങ്ങൾ സമ്മാനിച്ചു. ഒരിക്കലും നിലത്ത് വെക്കരുത് എന്ന നിബന്ധനയോടെയാണ് ശിവൻ ജ്യോതിർലിംഗങ്ങൾ കൈമാറിയത്. തിരികെ പോകുന്ന വഴി ക്ഷീണം അനുഭവപ്പെട്ട ഗരൻ വൈകി എത്തിയപ്പോൾ വിശ്രമിക്കുവാനായി വലതു കൈയിലെ ശിവലിംഗം താഴെ വെച്ചു. ക്ഷീണം മാറി എണീറ്റ് ശിവലിംഗം എടുക്കുവാൻ നോക്കിയപ്പോൾ അതിന് സാധിക്കാതെ വരികയും തനിക്ക് ഇരിക്കേണ്ട സ്ഥലം ഇതാണെന്ന് ശിവൻ ഗരനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ശിവലിംഗം അവിടെ തപസ്സിരുന്ന വ്യാഘ്രപദൻ എന്ന മഹർഷിയെ ഗരൻ ഏൽപ്പിച്ചു. ഇടതു കൈയിലെ ശിവലിംഗം ഗരൻ ഏറ്റുമാനൂർ മഹാക്ഷേത്രത്തിലെയും വായ കൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കരുത്തുരുത്തി താളി മഹാക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. ശിവൻ സമ്മാനിച്ച ജ്യോതിർലിംഗങ്ങൾ സ്ഥിതി ചെയ്യുന്ന വൈക്കം ശിവക്ഷേത്രത്തിലെയും കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും ഉച്ചയ്ക്ക് മുൻപേ ദർശനം നടത്തുന്നത് ഏറെ പുണ്യമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സമയത്തിനനുസരിച്ച് 3 വ്യത്യസ്ത ഭാവങ്ങളാണ് ശിവനുള്ളത്. മുഖ്യപ്രതിഷ്ഠ രൗദ്രഭാവത്തിലാണെങ്കിലും രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് പൂജകളും പ്രാർത്ഥനകളും നടത്തുന്നത്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ക്ഷേത്രമുള്ളത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യങ്ങളാണ് കെടാവിളക്കും 7.5 പൊന്നാനയും. ക്ഷേത്രത്തിന്റെ എല്ലാ ഐശ്വര്യങ്ങളും ഈ 2 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഏറ്റുമാനൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ വിശ്വാസികളുടെ മനസ്സിൽ ആദ്യമെത്തുക കെടാവിളക്കും 7.5 പൊന്നാനയുമാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വാൽക്കണ്ണാടി നോക്കുന്ന യക്ഷിയമ്മയാണ് ഇവിടെ യക്ഷിയുടെ പ്രതിഷ്ഠയായി ഉള്ളത്. ക്ഷേത്ര സംസ്കാര മണ്ഡപത്തിന്റെ വടക്കു കിഴക്കേ ഭാഗത്തായാണ് ഈ പ്രതിഷ്ഠ. പേരുകൾ കേൾക്കുമ്പോൾ സംശയം തോന്നുമെങ്കിലും ക്ഷേത്രത്തിലെ ഉഷപൂജ എന്നാണ് മാധവിപ്പിള്ളി പൂജ എന്ന് വിളിക്കുന്നത്. തന്റെ സഹോദരിയുടെ മാറാരോഗത്തിന്റെ ശമനത്തിനായി സാമൂതിരി നേർന്നു നടത്തിയ പൂജയാണിതെന്നാണ് വിശ്വാസം.